2019 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ വരുന്നത്. 2021 വരെ ശ്രീ പിണറായി വിജയനായും ഈ ഗവൺമെന്റൊക്കെ ആയിട്ട് വളരെ അധികം സൗഹാർദ്ദത്തിലും ചങ്ങാത്തത്തിലുമായിരുന്നു. അവരങ്ങോട്ട് പരസ്പരം മധുരം കൈമാറുകയും സ്നേഹം കൈമാറുകയും ചെയ്തവരാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ പിണറായി വിജയനിൽ നിന്ന് ഈ രോഗം അദ്ദേഹത്തിലേക്ക് പടർന്നിട്ടുണ്ടാവാം. ഗവർണർക്ക് അത്തരത്തിലുള്ള തോന്നലൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പദവിയുടെ മാന്യതയെല്ലാം കളഞ്ഞു കുളിച്ച 2 ദിവസമായിരുന്നു കടന്നുപോയത്. പക്ഷേ വേണു എന്നോട് ചോദിച്ച ചോദ്യത്തിൽ പറഞ്ഞ എല്ലാം ആ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള പേര് വെട്ടിയിട്ട് പിണറായി വിജയൻ എന്നാക്കി നോക്കിക്കേ. വളരെ ആപ്റ്റല്ലേ ആ ചോദിച്ച ചോദ്യങ്ങളെല്ലാം. പക്ഷേ ശ്രീ രാജീവ് നായർ, പിണറായിയെ വിമർശിക്കേണ്ട വിഷയത്തിൽ വിമർശിക്കുക തന്നെ വേണം, അതിൽ തർക്കമില്ല. വിഷയം ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരിക്കുന്നതുകൊണ്ട് താങ്കൾ വെട്ടേണ്ട പേര് പിണറായി എന്നതാണ്, എഴുതി ചേർക്കേണ്ടത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ്. അതിനാണ് മറുപടി വേണ്ടത്. അതായിരുന്നു ചോദ്യം. അല്ല, ഞാൻ ആ മറുപടിയിലേക്കാണ് എത്തുന്നത്. വേണു എന്നെ പറയാൻ അനുവദിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 2 പേരും ജനാധിപത്യ വിരുദ്ധതയുടെ മുഖമായിട്ട് കേരളത്തിൽ നിൽക്കുകയാണ്. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ സെനറ്റിലേക്ക് 4 വിദ്യാർത്ഥി പ്രതിനിധികളെ അയച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനകത്ത് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ചർച്ചകളിലെല്ലാം പറഞ്ഞ പോലെ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ രവീന്ദ്രന്റെ വൈസ് ചാൻസലറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നടന്ന സുപ്രീം കോടതിയുടെ വിധിയിൽ, ആ വിധിയിൽ CPM-ഉം പിണറായി വിജയനും സ്വീകരിക്കുന്ന തങ്ങളുടെ ആൾക്കാരെ വാർസിറ്റികളിലെല്ലാം തള്ളിക്കയറ്റുക എന്നുള്ള നയത്തിന് തിരിച്ചടി ലഭിക്കുകയും അവിടെ വെച്ചുകൊണ്ട് ഗവർണർക്ക് അല്ലെങ്കിൽ ചാൻസലർക്ക് സമ്പൂർണ്ണ അധികാരം നൽകുന്ന ഒരു വിധിയും ഉണ്ടായി. ആ വിധി കിട്ടിയപ്പോൾ ചാൻസലർ ചെയ്യേണ്ടത് എന്തായിരുന്നു? താൻ നയിച്ച പോരാട്ടം അല്ലെങ്കിൽ താൻ എടുത്ത നിലപാട്, ആ നിലപാടുകളെ സംബന്ധിച്ചൊക്കെ പിന്നീട് പറയാം. പക്ഷെ എന്തായാലും അവിടെ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ CPM നടത്തുന്ന അനധികൃതമായ ഇടപെടലുകളാണ്. അതിനെ സംബന്ധിച്ചൊരു വിധി പൂർണ്ണ അധികാരം ലഭിച്ചപ്പോൾ നിഷ്പക്ഷതയോടും നീതിയുക്തമായിട്ടും ആ ചുമതല നിർവഹിക്കണമായിരുന്നു. ആ ചുമതല നിർവഹിക്കാതെ അതിനകത്തേക്ക് സംഘപരിവാറിന്റെ ആൾക്കാരെ തിരികെ കയറ്റാൻ വേണ്ടി നടത്തിയ ശ്രമമാണ്. ആ ശ്രമം കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞ് ആ ഉത്തരവ്, സെനറ്റിലെ നിയമനം ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു വച്ചിരിക്കുന്നു. അങ്ങനെ നിയമപരമായിട്ട് ആ സ്റ്റേ ചെയ്തിരിക്കുന്ന സമയത്ത് കേരളത്തിന്റെ ഭരണത്തിന്റെ തലവനായിട്ടുള്ള ഗവർണറോട് അല്ലെങ്കിൽ ചാൻസലറോട് ഇപ്പോ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് രാഷ്ട്രീയമായ കാര്യങ്ങളാണ്. ആ രാഷ്ട്രീയം ഈ നവകേരള സദസ്സ് എല്ലാവരും കോടതിയിലേക്ക് അങ്ങ് പോവുക, എന്നിട്ട് കോടതിയിൽ നിന്ന് നീതി വാങ്ങുക, അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ. നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ആ പോർമുഖത്ത് നിന്നുകൊണ്ട് നിങ്ങൾ നയിക്കുകയല്ലേ. അതല്ലാതെ ഇതൊരു വ്യവഹാരത്തിന്റെ പ്രശ്നമല്ലല്ലോ. അതിൽ തുടങ്ങുകയോ അതിൽ തീരുകയോ ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ. അതൊരു പോം വഴി എന്ന് മാത്രമല്ല, അങ്ങ് മനസ്സിലാക്കേണ്ടത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എന്താണ്? ഈ സെനറ്റിൽ യഥാർത്ഥത്തിൽ അംഗീകാരത്തോടെ ഇരിക്കേണ്ടവരാണ്, അല്ലേ? ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ കൃത്യമായി ശുപാർശ ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് കോടതിയിൽ തെളിഞ്ഞത്. അത് കോടതിയിൽ പോയാലും ഇല്ലെങ്കിലും ഒരു യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യമാകാതെ ഇരിക്കണമെന്ന് ശ്രമിക്കുന്ന വ്യക്തിയുടെ പേരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് കോടതി ഒരു സത്യം കണ്ടപ്പോൾ കോടതി കണ്ട സത്യമാണ് സത്യമെന്നല്ല പറയേണ്ടത്. അതിന് മുൻപൊരു സത്യമുണ്ട്. ആ സത്യത്തെ അർദ്ധസത്യമാക്കാൻ, പിന്നെ അസത്യമാക്കാൻ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രഖ്യാപനങ്ങളും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കോടതി തീർപ്പാക്കി എന്ന് പറയാതെ ജനകീയ കോടതിയിലേക്ക് ഇറങ്ങി വന്ന് ഈ വ്യക്തിയെ വിചാരണ ചെയ്യണ്ടേ? നിങ്ങൾ അങ്ങനെയല്ലേ ഇപ്പോൾ ഈ നവകേരള സദസ്സിനെതിരെ ജനകീയ വിചാരണ നടത്തിയത്? ശരി വേണു, ഞാൻ അങ്ങ് ഇടപെടുമ്പോഴെല്ലാം ഞാൻ നിർത്തുന്നത് ആ ഒരു ചർച്ചയിൽ നമ്മൾ കുറെ കൂടി മാന്യമായിട്ട് പങ്കെടുക്കണം എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ നിരന്തരമായിട്ട് ഇടപെടുന്നത് ശരിയല്ല. ഞാൻ അങ്ങ് പറഞ്ഞ കാര്യത്തിലേക്കാണ് വരുന്നത്. പക്ഷെ ചർച്ച കേട്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഇതിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാവണമല്ലോ. അപ്പോഴല്ലേ ഇതിന്റെ രാഷ്ട്രീയം അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ സൂചിപ്പിച്ചു വെച്ചത് ആ നിയമനത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്ന സാഹചര്യമാണ്. പിന്നെ അങ്ങ് ചോദിച്ച എല്ലാത്തിനും കോടതിയിൽ പോയാൽ പരിഹാരം ഉണ്ടാവുമോ എന്നുള്ളത് ആദ്യം പഠിപ്പിക്കേണ്ടത് അനിൽകുമാറിനെ, പിണറായി വിജയനെയാണ്. കാരണം ഇവിടെ ഏത് അഴിമതിയെ സംബന്ധിച്ച് പറഞ്ഞാലും നിങ്ങൾ കോടതിയിലേക്ക് പോകാൻ പറയുന്ന ജനാധിപത്യ വിരുദ്ധ സർക്കാരിന്റെ നേതാവാണ് പിണറായി വിജയൻ. ആ അസുഖം ആരിഫ് മുഹമ്മദ് ഖാനിലേക്ക് പടരുന്നുണ്ടെന്നേ ഞാൻ സമ്മതിക്കുന്നുണ്ടല്ലോ. പിന്നെ ഇവിടെ ഇതിനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തത് ആരാ?
കണ്ണൂർ യൂണിവേഴ്സിറ്റി സംബന്ധിച്ച പ്രശ്നമാണല്ലോ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര് തുടങ്ങി വെച്ചത്. ശരിയല്ല, ഞാൻ ഇടപെടുകയാണെന്ന് അങ്ങേക്ക് തോന്നരുത്. നമുക്ക് ചോദിച്ചും പറഞ്ഞു പോകാമെന്ന നല്ല സ്പിരിറ്റിൽ എടുക്കണം. ഒറ്റക്കാര്യം രാജു, ബ്ലഡി കണ്ണൂർ അല്ല, ഒറ്റക്കാര്യം രാജു അല്ല, അങ്ങേക്ക് നീരസം തോന്നുന്നു, നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. ഒറ്റക്കാര്യം ബ്ലഡി കണ്ണൂർ എന്ന് പറയുമ്പോൾ കെ സുധാകരൻ അത് കേൾക്കാതെ പോയത് എന്തുകൊണ്ട്? അല്ലല്ല, ബ്ലഡി കണ്ണൂർ എന്ന് പറയുമ്പോൾ കെ സുധാകരൻ കേൾക്കാതെ പോയത് എന്തുകൊണ്ട്? അതിന് മാത്രം മറുപടി എന്നിട്ട് അങ്ങ് പറഞ്ഞോളൂ. ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് പ്രതികരിക്കുന്നില്ല. അതിനർത്ഥം എന്താ വേണു ഒന്ന് പറഞ്ഞേ? കണ്ണൂരിലെ രക്തകലുഷിതമായിട്ടുള്ള വിപ്ലവങ്ങളെ കുറിച്ച് അറിയാം, അതുകൊണ്ട് കണ്ണൂരിലെ രക്തകലുഷി ഈ വിവരം കെട്ടവർ ബ്ലഡ് ചെയ്ത് കേട്ടാൽ തങ്ങളെയാണ് വിളിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കുന്നവരോട് ഞങ്ങൾ എന്ത് പറയാൻ പറ്റും? ഇംഗ്ലീഷ് പഠിക്കണം, പോയിട്ട് വേണമെങ്കിലും പോയി പഠിക്കൂ. അത് വിടൂ, ഞാൻ പറയുന്ന കാര്യങ്ങളിലേക്ക് വരട്ടെ. ഒറ്റ സെക്കൻഡ് ശ്രീ രാജു പി നായർ, ശ്രീ അനിൽ അതിന് മാത്രം മറുപടി പറഞ്ഞിട്ട് തിരിച്ച് രാജുവിലേക്ക് പോകണം. ശരിയല്ല. അല്ല, ഒറ്റ സെക്കൻഡ് രാജു, ഒറ്റ സെക്കൻഡ്. ബ്ലഡി കണ്ണൂർ എന്ന് പറയുന്നതിൽ ഇംഗ്ലീഷ് അറിയാവുന്നവർ കെ സുധാകരൻ മിണ്ടിയിട്ടില്ല എന്നാണ് ശ്രീ രാജു പി നായർ പറയുന്നത്. അതിനുള്ള മാത്രം മറുപടി അനിൽ, മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പൊ പോകരുത്. ഒരു സെക്കൻഡ് രാജു, നിശ്ചയമായും സമയം തരും. നിശ്ചയമായും രാജു, അങ്ങേക്ക് അറിയാമല്ലോ സമയം കിട്ടും.